ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ദേശീയ പതാക സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സ്വരാജ് ദ്വീപ്. 2026 മെയ്യിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് രോഹിത് ജെയിൻ. RBI ആക്ട് പ്രകാരം റിസർവ് ബാങ്കിന് 4 ഡെപ്യൂട്ടി ഗവർണർമാരാണുള്ളത്. നിലവിൽ രോഹിത് ജെയിനെ കൂടാതെ ജെ സ്വാമിനാഥൻ, പൂനം ഗുപ്ത, SC മുർമു എന്നിവരാണ് മറ്റ് ഡെപ്യൂട്ടി ഗവർണർമാർ. നിലവിലെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. ലോക സിനിമയിലെ ക്ലാസിക്കുകൾ പ്രദർശിപ്പിക്കുന്ന 79ാമത് കാൻ ചലച്ചിത്രമേളയിൽ കാൻ ക്ലാസിക് വിഭാഗത്തിൽ ഇടം പിടിച്ച ഏക ഇന്ത്യൻ സിനിമ ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത അമ്മ അറിയാൻ. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 157, ഒന്നാം സ്ഥാനം നോർവേ, അവസാന സ്ഥാനം എരിത്രിയ. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന സംഘടനയാണ് സൂചിക പുറത്തുവിടുന്നത്. മാധ്യമ സ്വാതന്ത്ര്യ ദിനം മെയ് 3-നാണ്. 2026 മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രമേയം ഷേപ്പിംഗ് എ ഫ്യൂച്ചർ അറ്റ് പീസ് എന്നാണ്. ഇന്ത്യൻ നേവിയുടെ പ്രൊജക്ട് 17Aയിലെ 7ാമത്തെയും അവസാനത്തെയും യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി. മുംബൈയിലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സാണ് ഈ യുദ്ധക്കപ്പൽ നിർമ്മിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 2026 മാധവമുദ്ര സാഹിത്യ പുരസ്കാരം നേടിയത് ഡോക്ടർ KS രവികുമാർ. ഭൂമിക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള ബഹിരാകാശ വസ്തുക്കളെ നിരീക്ഷിക്കാനുള്ള നാസയുടെ ആദ്യത്തെ ഇൻഫ്രാറെഡ് ടെലസ്കോപ്പിന് നൽകിയിരിക്കുന്ന പേര് നിയോ സർവേയർ. നിയോയുടെ ഫുൾ ഫോം നിയർ എർത്ത് ഒബ്ജക്റ്റ്. വിശാഖപട്ടണം ആസ്ഥാനമാക്കി 2026 ജൂൺ 1-ന് പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോൺ സൗത്ത് കോസ്റ്റ് റെയിൽവേ. ദക്ഷിണ മധ്യ റെയിൽവേ, കിഴക്കൻ തീരദേശ റെയിൽവേ എന്നിവയുടെ നിശ്ചിത ഭാഗങ്ങൾ സംയോജിപ്പിച്ചാണ് പുതിയ സോണിന് രൂപം നൽകിയിട്ടുള്ളത്. പരിധിയിൽ വരുന്ന സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട്. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം പുറത്തിറക്കിയ 2023-24 വർഷത്തെ പഞ്ചായത്ത് അഡ്വാൻസ്മെൻറ്റ് ഇൻഡെക്സ് പട്ടികയിൽ പ്രകാരം ഇന്ത്യയിലെ തന്നെ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ആലപ്പുഴ ജില്ലയിലെ ചെറുതന ഗ്രാമപഞ്ചായത്ത്. 2026 ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ടീമിലേക്കുള്ള ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് ഹർമൻപ്രീത് കൗർ. ICC വനിതാ T20 ക്രിക്കറ്റിൻ്റെ വേദി ഇംഗ്ലണ്ട്, വെയിൽസ്. 2026 മെയ്യിൽ നീതി ആയോഗിലെ മുഴുവൻ സമയ അംഗങ്ങളായി നിയമിതരായത് ഡോക്ടർ R ബാലസുബ്രഹ്മണ്യം, ഡോക്ടർ ജോറോം അനിയ. പുതിയ നിയമനത്തോടെ നീതി ആയോഗിലെ മുഴുവൻ സമയ അംഗങ്ങളുടെ എണ്ണം 7ആയി ഉയർന്നു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് കുവാരൽ എന്ന മൊബൈൽ ആപ്പ് ആരംഭിച്ച സംസ്ഥാനം മിസോറാം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്രീൻ മെഥനോൾ ഉൽപ്പാദന പ്ലാന്റ് നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ദീൻ ദയാൽ തുറമുഖത്ത്. ശ്രീലങ്കയിലെ പ്രമുഖ കപ്പൽശാലയായ കൊളംബോ ഡോക്യാർഡ് PLCയുടെ 57% ഓഹരികൾ ഏറ്റെടുത്ത ഇന്ത്യൻ പൊതുമേഖലാ കപ്പൽശാല മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്. 2026 യൂബർ കപ്പ് ലോക വനിതാ ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ദക്ഷിണ കൊറിയ. ICU രോഗികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ MRI സംവിധാനം ആരംഭിച്ചത് എയിംസ്, ന്യൂഡൽഹി. യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ CEO ആയി നിയമിതനായത് സൗരവ് വിജയ്. നിലവിലെ ചെയർമാൻ നീലകണ്ഠ മിശ്ര. അടുത്തത് നിങ്ങൾക്കായുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ജുഡീഷ്യറി സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ശരി ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.